ഞാൻ ക്രിസ്റ്റീന ചെറിയാൻ. 100 ന്യൂസിലേക്ക് സ്വാഗതം. മകരവിളക്ക് മഹോത്സവത്തിന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര ഇന്ന് പുറപ്പെടും. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് പുറപ്പെടുന്ന ഘോഷയാത്ര 14 വൈകിട്ട് സന്നിധാനത്തെത്തും. മണ്ഡല മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ PB നൂർ. തിരക്ക് കണക്കിലെടുത്ത് ക്രമീകരണങ്ങൾക്ക് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മകരവിളക്കിനോടനുബന്ധിച്ച് നിലയ്ക്കലിൽ ഗതാഗത നിയന്ത്രണം. 13-ാം തീയതി വൈകിട്ട് മുതൽ പത്തനംതിട്ട, നിലയ്ക്കൽ, എരുമേലി, നിലയ്ക്കൽ റൂട്ടുകളിൽ അയ്യപ്പന്മാരുടെ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടില്ല. മകരവിളക്ക് ദിനമായ 14-ാം തീയതി 2 മണി മുതൽ KSRTC അടക്കം ഒരു വാഹനവും നിലയ്ക്കലിലേക്ക് കടത്തിവിടില്ല. ശബരിമല ദർശനത്തിനായി ഇന്ന് ശബരിമലയിലേക്ക് പോകുമെന്ന പ്രചാരണം തെറ്റെന്ന് തൃപ്തി ദേശായി. ദർശനത്തിന് വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴില്ല. സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവരാണ് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നതെന്നും തൃപ്തി പറഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോകുന്ന വില്ലേജുകളിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയതായി പത്തനംതിട്ട ജില്ലാ കളക്ടർ. ഉത്തരവ് കർശനമായി നടപ്പാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവിയെയും എക്സിക്യൂട്ടീവ് ഡെപ്യൂട്ടി കമ്മീഷണറെയും കളക്ടർ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവുടൻ. നിരക്ക് വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ അപേക്ഷ നൽകിയെന്ന് KSEB ചെയർമാൻ NS പിള്ള. എന്നാൽ വേനൽക്കാലത്ത് വൈദ്യുതി നിയന്ത്രണമുണ്ടാകില്ലെന്ന് മന്ത്രി MM മണി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് KPCC പുനഃസംഘടനയില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കും. സ്ഥാനാർത്ഥിയാകാൻ വിജയസാധ്യത മാത്രമാകും മാനദണ്ഡമെന്ന് AK ആന്റണി. BJP, RSS, CPM അക്രമ രാഷ്ട്രീയത്തിനെതിരെ UDF ഏകദിന ഉപവാസം തുടങ്ങി. തിരുവനന്തപുരത്തെ കവടിയാർ സ്ക്വയറിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിലാണ് UDF നേതാക്കളുടെ ഉപവാസം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പുതിയ കർമ്മ പദ്ധതിയുമായി KSRTC. മെച്ചപ്പെട്ട പ്രവർത്തനവും വരുമാനമാർഗവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രതിദിനം 1 കോടി രൂപയുടെ വരുമാന വർധനമാണ് കോർപ്പറേഷന്റെ പുതിയ ദൗത്യം. ക്ഷാമബത്ത കുടിശ്ശിക അനുവദിച്ചതുകൊണ്ട് മാത്രം പണിമുടക്ക് മാറ്റിവെക്കാൻ കഴിയില്ലെന്ന് KSRTC സംയുക്ത തൊഴിലാളി സമിതി. ജനുവരി 16 മുതൽ നിശ്ചയിച്ച അനിശ്ചിതകാല പണിമുടക്കുമായി മുന്നോട്ടു പോകും. എംപാനൽ ജീവനക്കാരുടെ നിയമനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാത്തതിനാലാണ് തീരുമാനം. മദ്യപിച്ച് വാഹനമോടിച്ചതടക്കം അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തികളുടെ പേരിൽ 4 ജീവനക്കാരെ KSRTC സസ്പെൻഡ് ചെയ്തു. ഡ്യൂട്ടിക്കിടയിൽ മദ്യപിച്ചതിന് താൽക്കാലിക കണ്ടക്ടറെ സർവീസിൽ നിന്ന് പുറത്താക്കി. അഖിലേന്ത്യാ പണിമുടക്കിൽ ട്രെയിൻ തടഞ്ഞ കേസിൽ പ്രതികൾ റെയിൽവേക്ക് വൻതുക നഷ്ടപരിഹാരം നൽകേണ്ടിവരും. ശരാശരി 20 ലക്ഷം രൂപയെങ്കിലും പിഴ നൽകേണ്ടിവരുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അക്രമസമരത്തിൽ ഉൾപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ സീനിയർ ക്ലർക്ക് വിഷ്ണുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത LDF സംസ്ഥാന പ്രചാരണ ജാഥയ്ക്ക് തുടക്കമിടണമെന്ന് CPI. ഇക്കാര്യം 17-ന് ചേരുന്ന LDF യോഗത്തിൽ മുന്നോട്ട് വയ്ക്കും. കോൺഗ്രസും BJPയും പ്രചാരണ ജാഥകൾക്ക് ഒരുങ്ങുന്നതോട് കണക്കിലെടുത്താണ് CPIയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി പാർട്ടി ക്ലാസുകൾ നടത്താൻ CPI നിർവാഹക സമിതി തീരുമാനം. തെക്കൻ കേരളം, വടക്കൻ കേരളം എന്നിങ്ങനെ തിരിച്ചാകും പാർട്ടി ക്ലാസുകൾ. ആർത്തവായിത്തങ്ങൾക്കെതിരായ പ്രതിഷേധ പരിപാടി ആർപ്പോ ആർത്തവം ഇന്നും നാളെയും കൊച്ചിയിൽ. ആർത്തവായിത്തത്തിനെതിരെ സംസ്ഥാനം നിയമം പാസാക്കണമെന്നതാണ് പരിപാടിയുടെ മുഖ്യ ആവശ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ഈ വർഷത്തെ അഗസ്ത്യാർകൂട ട്രെക്കിങ്ങിന് തിങ്കളാഴ്ച തുടക്കമാകും. സ്ത്രീകൾക്ക് പ്രവേശനാനുമതി ലഭിച്ച ശേഷമുള്ള ആദ്യ ട്രെക്കിംഗ് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന വേദി ആശ്രാമം മൈതാനത്ത് 15-ന് വൈകിട്ട് 5:15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്രാമം മൈതാനത്തെത്തും. ഉദ്ഘാടന ശേഷം പ്രധാനമന്ത്രി BJP റാലിയിലും പങ്കെടുക്കും. 7 മാസത്തോളമായി സെക്രട്ടറി ഇല്ലാതെ കോഴിക്കോട് കോർപ്പറേഷൻ. കോർപ്പറേഷനിലെ പദ്ധതി നിർവഹണവും ഫണ്ട് വിനിയോഗവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മേയർ അടക്കം പലതവണ ആവശ്യപ്പെട്ടെങ്കിലും സെക്രട്ടറി നിയമനത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പിരിച്ചുവിട്ട 42 താൽക്കാലിക ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം 9 ദിവസം പിന്നിട്ടു. നിപ്പയുടെ നാളുകളിൽ സേവനമനുഷ്ഠിച്ച താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കില്ലെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. നിയമനം നടത്തുമ്പോൾ ഇവർക്ക് ആദ്യ പരിഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്താൻ തൃശൂരിൽ തുടങ്ങുന്ന വിജ്ഞാൻ സാഗർ പദ്ധതി ഇന്ന് നാടിന് സമർപ്പിക്കും. കാളവണ്ടി യുഗം മുതൽ ശാസ്ത്രത്തിന്റെ വൻ കുതിച്ചുചാട്ടങ്ങൾ 90ഓളം പവലിയനുകളിലായി പദ്ധതിയിലുണ്ട്. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ട കേസിലെ 2ാം പ്രതി ആരിഫ് ബിൻ സലീമിന്റെ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. പ്രതിക്ക് കുറ്റകൃത്യത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ശബരിമല കർമ്മസമിതി ഈ മാസം 18 പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റ് ഉപരോധം വേണ്ടെന്ന് വെച്ചു. ഇതിനു പകരം 20 ശബരിമല വിഷയത്തിൽ തിരുവനന്തപുരത്ത് പൊതുസമ്മേളനം നടത്തുമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ അറിയിച്ചു. സംഘർഷ സാധ്യത പരിഗണിച്ചാണ് ഉപരോധ സമരം അപേക്ഷിച്ചതെന്നും ഇവർ വ്യക്തമാക്കി. തിരുവനന്തപുരം മുട്ടത്തറയിലെ മാരുതി സർവീസ് സെന്ററായ സാരഥി മോട്ടോഴ്സിൽ തീപിടുത്തം. 2 കാറുകൾ ഭാഗികമായി കത്തിനശിച്ചു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. അട്ടപ്പാടിയിൽ കുടുംബശ്രീ നടത്തുന്ന വിവിധ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ വഴി അട്ടപ്പാടിയിലെ തനത് വിഭവങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കും. മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തത നേടുകയാണ് സംസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ഉൾനാടൻ മത്സ്യകൃഷിയുടെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ സാമൂഹ്യ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് നിർമ്മാണ പ്രവൃത്തികളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള ക്വാളിറ്റി കൺട്രോൾ ലാബ് കണ്ണൂരിൽ. ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സയൻസ് പാർക്കിൽ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. മറയൂർ ചന്ദന ലേലത്തിൽ റെക്കോർഡ് വിൽപ്പന. 28 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. 2018-19 സാമ്പത്തിക വർഷം 2 തവണയായി നടന്ന വിൽപ്പനയിൽ സർക്കാരിന് ലഭിച്ചത് 66 കോടി രൂപ. സംസ്ഥാന പുരാരേഖാ വകുപ്പ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കേരള ചരിത്ര ക്വിസ് മെഗാ ഫൈനലിൽ കണ്ണൂർ ജില്ല ഒന്നാമതെത്തി. എറണാകുളം, തിരുവനന്തപുരം ജില്ലകൾ 2ഉം 3ഉം സ്ഥാനം നേടി. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി BJP ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. മകരവിളക്ക് ദർശനത്തിന് ശബരിമലയിൽ പോകാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. സുരേന്ദ്രന്റെ ഹർജിയിൽ സർക്കാരിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഹൈക്കോടതി തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. താനൂർ ഫിഷറി സ്കൂൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി 13 കോടി 50 ലക്ഷം രൂപ ചെലവിലാണ് ഫിഷറീസ് വകുപ്പിന്റെ പുതിയ പദ്ധതി. ഉദ്ഘാടനം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിന്റെ അമ്മ നിരാഹാര സമരം തുടങ്ങി. മകന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തലപ്പുഴ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സമരം. ജമ്മുകാശ്മീരിലുണ്ടായ കുഴിബോംബ് ആക്രമണത്തിൽ ആർമി മേജർ അടക്കം 2 സൈനികർ കൊല്ലപ്പെട്ടു. രജൌരി ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പട്രോളിംഗ് നടത്തുന്ന സൈനികരെ ലക്ഷ്യമാക്കി സ്ഥാപിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. കൊല്ലപ്പെട്ട ആർമി മേജർ ശശിധരൻ നായർ മലയാളിയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ വരവേറ്റ് UAE ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം. രാഹുലിനെ കാണാനും കേൾക്കാനുമായി 10,000 എത്തി. മോദി ഭരണം രാജ്യത്തെ തകർത്തെന്ന് കുറ്റപ്പെടുത്തിയ രാഹുൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിന് പ്രവാസികളുടെ പിന്തുണയും അഭ്യർത്ഥിച്ചു. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്തു നിന്ന് നീക്കിയതിനു പിന്നാലെ പുതിയ ഡയറക്ടറെ നിയമിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കി. കേരള DGP ലോക്നാഥ് ബെഹ്റ സാധ്യതാ പട്ടികയിൽ നിന്ന് പുറത്തായതായി സൂചനയുണ്ട്. അതേസമയം ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ വീണ്ടും നിയമിച്ചതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ വിശദീകരണം നൽകാനുള്ള അവസരം പോലും തനിക്ക് നൽകിയില്ലെന്ന് അലോക് വർമ്മ സ്വാഭാവിക നീതി നിഷേധിച്ചു. മുഴുവൻ നടപടിക്രമങ്ങളും തലകീഴാക്കിയാണ് CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതെന്നും വർമ്മ കുറ്റപ്പെടുത്തി. സാമ്പത്തിക സംവരണ ബിൽ ഭരണഘടനയ്ക്കെതിരല്ലെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ദാരിദ്ര്യം ഒരു മതേതര മാനദണ്ഡമാണ്. ദാരിദ്ര്യം സംവരണത്തിന് മാനദണ്ഡമാക്കുന്നതിന് ഒരു തരത്തിലും ഭരണഘടനയുടെ അടിസ്ഥാന ചട്ടക്കൂടിന് എതിരാകില്ലെന്നും ജെയ്റ്റ്ലി വ്യക്തമാക്കി.
യുപിയിൽ SP-BSP സഖ്യം നിലവിൽ വന്നു. ഇത് സംബന്ധിച്ച് SP അധ്യക്ഷൻ അഖിലേഷ് യാദവും BSP അധ്യക്ഷ മായാവതിയും സംയുക്ത പ്രഖ്യാപനം നടത്തി. ഉത്തർപ്രദേശിൽ BJPക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനിയെന്ന മായാവതി. വിദ്യാർത്ഥിനികൾക്കായി രക്ഷ എന്ന പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ നൽകുന്ന പദ്ധതിയാണ് രക്ഷ. 6 ലക്ഷം വിദ്യാർത്ഥിനികൾക്കാണ് പദ്ധതിയിലൂടെ നാപ്കിൻ വിതരണം ചെയ്യുന്നത്. പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ മണിപ്പൂർ സർക്കാർ. അസം ഉൾപ്പെടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരുന്നതിനിടെയാണ് ഔദ്യോഗികമായി എതിർപ്പറിയിച്ച് മണിപ്പൂർ രംഗത്ത് വന്നത്. എയർസെൽ മാക്സിസ് കേസ് ഫെബ്രുവരി 1 മാറ്റി. ഡൽഹി പട്യാല ഹൌസ് കോടതിയാണ് കേസ് നീട്ടിവച്ചത്. കേസിൽ പ്രതികളായ മുൻ കേന്ദ്ര ധനകാര്യമന്ത്രി P. ചിദംബരത്തിനും മകൻ കാർത്തി ചിദംബരത്തിനും നേരത്തെ അനുവദിച്ച ഇടക്കാല ജാമ്യവും നീട്ടി നൽകിയിട്ടുണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാൻ അശോക് ചൌള രാജിവെച്ചു. മുൻ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായിരുന്നു. എയർസെൽ മാക്സിസ് കേസിൽ ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ധനമന്ത്രാലയം അനുവദിച്ചതിനെ തുടർന്നാണ് രാജി. മേഘാലയയിൽ ഖനിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വിദഗ്ധ സംവിധാനങ്ങളോടെ തുടരണമെന്ന് സുപ്രീംകോടതി. അനധികൃത ഖനികളുടെ പ്രവർത്തനങ്ങൾക്ക് നേരെ ഉദ്യോഗസ്ഥർ കണ്ണടച്ചിരുന്നപ്പോൾ സർക്കാർ എന്ത് നടപടിയെടുത്തെന്നും ജസ്റ്റിസ് AK സിക്രി ചോദിച്ചു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ റിമാൻഡിലുള്ള ക്രിസ്ത്യൻ മിഷേലിന് നയതന്ത്ര സഹായം നൽകാൻ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ തീരുമാനം. നയതന്ത്ര സഹായം അഭ്യർത്ഥിച്ച് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന് ക്രിസ്ത്യൻ മിഷേൽ കത്ത് നൽകിയിരുന്നു. കശ്മീരിൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ ശ്രീനഗർ ജമ്മു ദേശീയപാത അടച്ചിട്ടു. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ഏകപാതയാണ് ശ്രീനഗർ ജമ്മു ദേശീയപാത. ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ P. ചിദംബരത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് നളിനി ചിദംബരത്തിനെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. ശാരദ ചിട്ടി കമ്പനിയിൽ നിന്ന് 1.4 കോടി രൂപ കൈപ്പറ്റിയതായും കമ്പനി ഉടമ സുദീപ്ത സെന്നുമായി ചേർന്ന് ഫണ്ടുകൾ അപഹരിക്കാനായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നുമാണ് ആരോപണം. 15ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം വാരണാസിയിൽ 21-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ത്രിദിന സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രവാസി സമ്മാൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ പദ്ധതി 2021 ഡിസംബറിലുണ്ടാകുമെന്ന് ISRO ഡയറക്ടർ K. ശിവൻ. 30,000 കോടി രൂപ ചെലവിൽ ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് അയക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് കഴിഞ്ഞ ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. സുപ്രീം കോടതിയിലേക്ക് പുതിയതായി 2 ജഡ്ജിമാരെ നിർദ്ദേശിച്ച് കൊളീജിയം. കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി, ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരാണ് കൊളീജിയം നിർദ്ദേശിച്ചത്. നേപ്പാൾ കരസേനാ മേധാവി ജനറൽ പൂർണ്ണചന്ദ്ര ഥാപ്പ ഇന്ത്യയിലേക്ക്. ജനുവരി 12 മുതൽ 15 വരെയാണ് സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ജനറൽ ഥാപ്പയുടെ സന്ദർശനം. BJPയുമായി ഒരിക്കലും സഖ്യത്തിന് തയ്യാറല്ലെന്ന് തുറന്നടിച്ച് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. പുതിയ പാർട്ടികളെ BJP സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് പിന്നാലെയാണ് സ്റ്റാലിൻ DMKയുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. വിവാദ പ്രസ്താവന നടത്തിയ RLD അധ്യക്ഷൻ അജിത് സിംഗ് മാപ്പ് പറയണമെന്ന ആവശ്യവുമായി BJP. മധുരയിലെ കോസി കലാനിൽ കർഷകരുമായുള്ള സംവാദത്തിൽ അജിത് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നിവരെ കന്നുകാലികളോട് ഉപമിച്ചിരുന്നു. ഈ പരാമർശത്തിനെതിരെയാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള ധൈര്യം ശിവസേനാ നേതൃത്വം കാണിക്കണമെന്ന് NCP നേതാവ് ജയന്ത് പാട്ടീൽ. BJP അധ്യക്ഷൻ അമിത്ഷായുടെ താക്കീതിന് പിന്നാലെയാണ് ഉദ്ധവ് താക്കറെയെ വെല്ലുവിളിച്ച് NCP നേതാവ് രംഗത്ത് വന്നത്. ബസ് സമരം നടക്കുന്ന മുംബൈയിൽ 1000 സ്കൂൾ ബസ്സുകളടക്കം 2000 ബസ്സുകൾ ഇന്ന് സർവീസ് നടത്തും. സ്കൂൾ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹി അനിൽ ഗാർഗാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രയാഗ്രാജിൽ അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന ആർദ്ധ കുംഭമേളയ്ക്കായി റെയിൽവേ 5 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. 55 ദിവസം നീണ്ടുനിൽക്കുന്ന ആർദ്ധ കുംഭമേള ജനുവരി 15-ന് ആരംഭിച്ച് മാർച്ച് 4-ന് അവസാനിക്കും.
ചില തസ്തികകളിൽ നിന്ന് വനിതാ ജീവനക്കാരെ മാറ്റി നിർത്താനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. ലോക്കോ പൈലറ്റ്, പോർട്ടർ, ഗാർഡുകൾ, ട്രാക്ക്മാൻ തുടങ്ങിയ റെയിൽവേയിലെ ജോലികൾക്ക് വനിതകൾ അനുയോജ്യമല്ലെന്നാണ് റെയിൽവേയുടെ കണ്ടെത്തൽ. ഈ തസ്തികകളിൽ പുരുഷന്മാരെ മാത്രം റിക്രൂട്ട് ചെയ്താൽ മതിയെന്നാണ് റെയിൽവേയുടെ നിലപാട്. പ്രമുഖ ബാങ്കറും ആം ആദ്മി പാർട്ടി നേതാവുമായിരുന്ന മീര സന്യാൽ അന്തരിച്ചു. കൊച്ചിയിൽ ജനിച്ച മീര റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിന്റെ ഇന്ത്യയിലെ മേധാവിയായിരുന്നു. മുംബൈ സൌത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ട്രാഫിക് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർക്ക് സമ്മാനവുമായി ഗോവൻ പോലീസ്. നിയമലംഘനങ്ങളുടെ വീഡിയോയോ ഫോട്ടോയോ അയച്ചു നൽകിയാൽ 1000 രൂപ വരെ പ്രതിഫലം നൽകുമെന്നാണ് പ്രഖ്യാപനം. മെക്സിക്കൻ മതിലിന്റെ പേരിൽ രാജ്യത്ത് ഉടൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡിസംബർ 22 മുതൽ രാജ്യത്ത് ട്രഷറി സ്തംഭനം തുടരുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം തനിക്കുണ്ടെന്ന് ട്രംപ് പറയുമ്പോഴും ഉടനെ അതിനുള്ള സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. H-1B വിസകളിൽ മാറ്റം വരുത്താൻ പദ്ധതിയിടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിവ് കൂടിയവർ US-ൽ ജോലി ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് താൽപര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കുടിയേറ്റക്കാരിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് അവരവരുടെ മേഖലകളിൽ ജോലി ചെയ്യാൻ താൽക്കാലിക അനുമതി നൽകുന്നതാണ് H-1B വിസകൾ. ശ്രീലങ്ക സാമ്പത്തികമായി തകർന്നെന്ന പ്രതിപക്ഷ നേതാവ് മഹിന്ദ രാജപക്ഷെ. പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെയും പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയും ചേർന്ന് തകർത്ത രാജ്യത്തെ രക്ഷിക്കുകയാണ് തന്റെ ദൌത്യമെന്നും രാജപക്സെ പറഞ്ഞു. കോങ്കോ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് ഫ്രഞ്ച്, ബെൽജിയം പ്രതിനിധികൾ രംഗത്തെത്തി. പുറത്തുവന്നിരിക്കുന്ന ഫലം തെറ്റാണെന്നും യഥാർത്ഥ വിജയി മാർട്ടിൻ ഫയാലുവാണെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ-യിവസ് ലെ ഡ്രിയാൻ അവകാശപ്പെട്ടു. പടിഞ്ഞാറൻ ക്യൂബയിലുണ്ടായ ബസ് അപകടത്തിൽ 7 മരണം. ഫ്രാൻസ്, അർജന്റീന, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ 4 വിദേശികളും മരിച്ചവരിൽ പെടുന്നു. അപകടത്തിൽ 33 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മെക്സിക്കൻ മതിൽ നിർമ്മാണത്തിന് പണം അനുവദിച്ചില്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന ഭീഷണിയുമായി വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. പണം ലഭിക്കാത്തതിന്റെ ഭാഗമായി കഴിഞ്ഞ 20 ദിവസമായി സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. 8 ലക്ഷം പേർക്ക് വേതന നഷ്ടമുണ്ടായി. കാളപ്പോരും കോഴിപ്പോരും നിർത്താൻ പെറു സർക്കാർ തീരുമാനിച്ചു. ഇതേ തുടർന്ന് പ്രക്ഷോഭവുമായി ആയിരങ്ങൾ തെരുവിലിറങ്ങി. വരും ദിവസങ്ങളിലും പ്രക്ഷോഭം തുടരാനാണ് സാധ്യത. ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് കൂറ്റൻ സൈൻ ബോർഡ് തകർന്നു വീണെങ്കിലും യാത്രക്കാരി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അപകടത്തിന്റെ ദൃശ്യം ഓസ്ട്രേലിയൻ വാർത്താ ചാനലായ 9 ന്യൂസ് പുറത്തുവിട്ടു. ഓസ്ട്രേലിയൻ മലനിരകളിൽ നിന്നുള്ള ഒരു സാഹസിക കാഴ്ച സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി. മഞ്ഞിലാഴ്ന്നുപോയ മലയാടിനെ രക്ഷിക്കാനുള്ള ഒരു സംഘം റെയിൽവേ തൊഴിലാളികളുടെ ശ്രമമാണ് സമൂഹമാധ്യമങ്ങളിൽ കയ്യടി നേടുന്നത്. പാക് പഞ്ചാബ് ഗവർണറുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി സിഖ് വംശജനായ പവൻ സിംഗ് അറോറയെ നിയമിച്ചു. ആദ്യമായാണ് ഈ പദവിയിൽ ഒരു സിഖ് വംശജൻ നിയമിതനാകുന്നത്. വിദേശ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായും തൊഴിൽ മാറ്റവുമായും ബന്ധപ്പെട്ട നിയമ ഭേദഗതിക്ക് സൗദി തൊഴിൽ മന്ത്രാലയം അംഗീകാരം നൽകി. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയ വിസ അനുവദിക്കില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുന്നതുമാണ് പുതിയ ഭേദഗതി. സൗദിയിൽ കോൺട്രാക്ടിംഗ് മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്താൻ നീക്കം. ആരോഗ്യമേഖലയിലും IT മേഖലയിലും സ്വദേശിവൽക്കരണം വർദ്ധിപ്പിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സൗദി വനിതകൾക്ക് ഔദ്യോഗിക മേഖലയിൽ കൂടുതൽ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സൗദി ഷൂറ കൌൺസിൽ അംഗം ലീന അൽ മൗയിന പറഞ്ഞു. കലാകായിക മേഖലകളിൽ സൗദി വനിതകൾക്ക് കൂടുതൽ അവസരം ലഭിക്കുന്നതായും ലീന അൽ മൗന അഭിപ്രായപ്പെട്ടു. സൗദിയിൽ പ്രതിമാസം ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നത് 6500 വനിതകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ ലൈസൻസ് നേടിയത് 40,000 വനിതകളാണ്. കഴിഞ്ഞ വർഷം ജൂൺ 24 മുതലാണ് സൗദിയിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ റൊമാനിയ സന്ദർശിക്കാനൊരുങ്ങുന്നു. മെയ് 31 മുതൽ ജൂൺ 2 വരെയാണ് സന്ദർശനം. നമുക്കൊരുമിച്ച് നടക്കാമെന്നതാണ് സന്ദർശനത്തിന്റെ പ്രചോദനവാക്യം. അറസ്റ്റിലായ മാധ്യമപ്രവർത്തകരെ വിട്ടയക്കാനാകില്ലെന്ന് മ്യാൻമാർ കോടതി. 7 വർഷത്തേക്ക് വിധിച്ച തടവ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. സർക്കാരിന്റെ ഔദ്യോഗിക രേഖ കൈവശം വെച്ചെന്നാരോപിച്ചാണ് മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്.
സൗദിയിൽ നിന്ന് നാടുവിട്ട പെൺകുട്ടിക്ക് കാനഡ അഭയമൊരുക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിലാണ് പെൺകുട്ടിയുടെ സംരക്ഷണം. വീട്ടിലെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് പെൺകുട്ടി നാടുവിട്ടത്. ട്വിറ്ററിലൂടെയാണ് പെൺകുട്ടിയുടെ അവസ്ഥ പുറം ലോകം അറിയുന്നത്. ചൈനീസ് നഗരങ്ങളിൽ സ്മോഗ് വ്യാപിക്കുന്നതിനാൽ സമരക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഹെബെ, ഷാൻഡോങ്, ഹെനാൻ, ഷാങ്സി എന്നീ ചൈനീസ് നഗരങ്ങളിലാണ് കടുത്ത അന്തരീക്ഷ മലിനീകരണത്തെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ക്രിമിയയിൽ അനധികൃതമായി കടന്ന 24 ഉക്രൈൻ നാവികരെ ഉടൻ വിട്ടയക്കും. ഇരു രാജ്യങ്ങളും തടവുകാരെ കൈമാറുന്നതിന്റെ ഭാഗമായാണ് നടപടി. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇവരെ കരുതൽ തടങ്കലിലാക്കിയിരുന്നത്. ഇലക്ട്രിക് കാർ വിപണിയിൽ കരുത്തു പകരാനൊരുങ്ങി ചൈന. കൂടുതൽ സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകി ഉൽപ്പാദകരെയും ഉപഭോക്താക്കളെയും ആകർഷിക്കാനാണ് സർക്കാരിന്റെ നീക്കം. കേരള ലിറ്റററി ഫെസ്റ്റ് ഇന്ന് 3ാം ദിവസം. സംവാദങ്ങളും ചർച്ചകളും നിറഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് നിപ്പയും പ്രളയവും എന്ന വിഭാഗത്തിൽ ചർച്ച. മന്ത്രിമാരായ കെ ശൈലജയും ജെ മേഴ്സിക്കുട്ടിയമ്മയും ഇന്ന് ഭാഗമാകും. ആലിയ ഭട്ടിന്റെയും രൺബീർ കപൂറിന്റെയും വിവാഹ നിശ്ചയം ഈ വർഷം നടക്കുമെന്ന സൂചന നൽകി രൺബീറിന്റെ അമ്മ നീതു കപൂർ. കുടുംബത്തോടൊപ്പമുള്ള ന്യൂ ഇയർ ആഘോഷത്തിന്റെ ചിത്രത്തോടൊപ്പമാണ് വിവാഹ നിശ്ചയത്തെക്കുറിച്ച് സൂചന നൽകിയിരിക്കുന്നത്. തമിഴകത്തിന്റെ തല അജിത്ത് നായകനായി എത്തിയ വിശ്വാസത്തിന് മികച്ച പ്രതികരണം. ആദ്യ ദിനം തമിഴ്നാട്ടിൽ നിന്നും 26,70,00,000 രൂപ നേടി. ടോമിച്ചൻ മുളകുപാടമാണ് ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം രാജ്യത്തെ ഏറ്റവും ബ്രാൻഡ് മൂല്യമുള്ള താരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ദീപിക പദുക്കോൺ. പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ബോളിവുഡ് താരസുന്ദരി ഇടം പിടിച്ചിരിക്കുന്നത്. 3ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് ഉയർന്ന ദീപിക നിലവിൽ 21 ബ്രാൻഡുകളുടെ പ്രചാരകയാണ്. കോഫി വിത്ത് കരൺ ഷോയിൽ വിവാദത്തിൽപ്പെട്ട ബോളിവുഡ് താരം രൺവീർ സിംഗ്. ഷോയുടെ 3ാം സീസണിൽ അതിഥിയായി രൺവീർ സിംഗും അനുഷ്ക ശർമ്മയും എത്തിയ എപ്പിസോഡിൽ രൺവീർ നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. യമഹയുടെ പുതിയ മോഡലായ YCF R15 ഡ്യുവൽ ചാനൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തോടെ പുറത്തിറങ്ങി. ഇന്ത്യയിൽ 150cc നിരയിൽ സ്റ്റാൻഡേർഡ് ഡ്യുവൽ ചാനൽ ABS-ൽ പുറത്തിറങ്ങുന്ന ആദ്യ വാഹനമാണിത്. 1,39,000 രൂപയാണ് പുതിയ ബൈക്കിന്റെ ദില്ലി എക്സോ വില. വാവയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ചാരവൃത്തി കുറ്റത്തിന് പോളിഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. കമ്പനി ജീവനക്കാരനായ പോളണ്ടുകാരനും അറസ്റ്റിലായിട്ടുണ്ട്. ഹൈടെക് ഹെൽമറ്റുമായി ഇന്ത്യയിലെ പ്രമുഖ ഹെൽമറ്റ് നിർമ്മാതാക്കളായ സ്റ്റീൽ ബേർഡ്. ഹാൻഡ്സ് ഫ്രീ മ്യൂസിക്, കോൾ കണക്ടിവിറ്റി തുടങ്ങിയ സംവിധാനങ്ങൾ പുതിയ ഹെൽമറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2,589 രൂപയാണ് വില. ഗൂഗിൾ മാപ്പിന് പകരം റോബോട്ടുമായി ടോക്കിയോ. അരീസ എന്ന റോബോട്ടിനെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾക്ക് മുന്നോടിയായാണ് സഞ്ചാരികൾക്ക് വഴികാട്ടാനായി നിയമിച്ചിരിക്കുന്നത്. വിവിധ ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യുന്ന റോബോട്ട് സഞ്ചാരികളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് വിശദമായി വഴി പറഞ്ഞത്. വർദ്ധിച്ചുവരുന്ന ഹർത്താലുകളും പണിമുടക്കും കേരളത്തിലെ IT ടൂറിസം മേഖലകളെ തകർക്കുമെന്ന് നിസാൻ കോർപ്പറേഷൻ വൈസ് പ്രസിഡന്റും ITയുടെ ചുമതലയുള്ള CEOയുമായ ടോണി തോമസ്. തന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയാണ് കേരളത്തിലെ ഹർത്താലിനെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ജനുവരി 20-ന് തുടങ്ങും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വൻ വിലക്കിഴിവിലാണ് വിറ്റഴിക്കുന്നത്. ജനുവരി അവസാനം വരെ നീളുന്ന സെയിൽ ഓഫറിൽ പ്രൈം അംഗത്വമുള്ളവർക്ക് ഓഫറുകൾ നേരത്തെ ലഭിക്കും. ഓൺലൈൻ വ്യാപാര സൈറ്റ് ആമസോണിന്റെ ഉടമ ജെഫ് ബെസോസിന്റെ വിവാഹമോചന പ്രഖ്യാപനത്തോടെ കമ്പനിയുടെ ഓഹരി വിലയിടിഞ്ഞു. ഭാര മക്കൻസിയുമായുള്ള 25 വർഷത്തെ ബന്ധം പിരിയുന്നതോടെ ആമസോണിൽ ബെസോസിനുള്ള ഓഹരി പങ്കാളിത്തം കുറയുമോ എന്നതാണ് നിക്ഷേപകർ നോക്കുന്നത്. ICICI ബാങ്കിന്റെ ഫ്ളാഗ്ഷിപ്പ് റെമിറ്റൻസായ മണി ടു ഇന്ത്യയുടെ അമേരിക്കയിലുള്ള ഉപഭോക്താക്കൾക്കായി ലോയൽറ്റി പ്രോഗ്രാം പ്രഖ്യാപിച്ചു. ഇന്ത്യയിലേക്ക് പണം അയക്കുന്ന ഉപയോക്താക്കൾക്കായി പ്രത്യേക ഫോറക്സ് റേറ്റ് നൽകുന്ന M2I റിവാർഡ്സും ICICI ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഫി വിത്ത് കരൺ എന്ന ചാനൽ പരിപാടിയിൽ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഹാർദിക് പാണ്ഡ്യയെ പിന്തുണച്ച പിതാവ് ഹിമാൻഷു പാണ്ഡ്യ. ഒരു വിഭാഗം ആളുകളെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ആ പരിപാടി. മകന്റെ പരാമർശങ്ങളെ ഇത്രയധികം വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നെന്നും ഹിമാൻഷു പാണ്ഡ്യ പറയുന്നു. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് തുടക്കമായി. സ്ത്രീവിരുദ്ധ പരാമർശത്തെ തുടർന്ന് സസ്പെൻഷനിലായ ഹാർദിക് പാണ്ഡ്യയും KR രാഹുലും നാട്ടിലേക്ക് മടങ്ങി.
സിഡ്നി ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് 289 റൺസ് വിജയലക്ഷ്യം. 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ 288 റൺസ് എടുത്തത്. തുടക്കത്തിൽ ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ പതറിയെങ്കിലും മധ്യനിരയുടെ മികവിലാണ് ഓസ്ട്രേലിയ ടോട്ടലിലെത്തി. AFC ഏഷ്യൻ കപ്പിൽ കിർഗിസ്ഥാനെ ദക്ഷിണ കൊറിയ പരാജയപ്പെടുത്തി. ഏകപക്ഷീയമായ 1 ഗോളിനാണ് ദക്ഷിണ കൊറിയ ജയം നേടിയത്. ഏഷ്യൻ കപ്പിൽ വിജയം കൊയ്ത ചൈന. രണ്ടാം മത്സരത്തിലും ചൈന മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ചൈന ഫിലിപ്പീനിയെ തകർത്തത്. ഏഷ്യൻ കപ്പിൽ ഓസ്ട്രേലിയയ്ക്ക് വമ്പൻ ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഓസ്ട്രേലിയ പലസ്തീനെ പരാജയപ്പെടുത്തി. ആദ്യ മത്സരത്തിൽ ജോർദാനെതിരെ തോൽവി ഏറ്റുവാങ്ങിയ ഓസ്ട്രേലിയ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചെൽസി യുവതാരം ഹഡ്സൺ ഒഡോയിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ബയേൺ മ്യൂണിക്കിനെതിരെ ചെൽസി പരിശീലകൻ മൗറിസിയോ സാരി. നടപടി മര്യാദയില്ലാത്തതെന്നും ബയേൺ ചെൽസിയെ ബഹുമാനിക്കുന്നില്ലെന്നും സാരി പറഞ്ഞു. ഡിസംബറിലെ മികച്ച പ്രീമിയർ ലീഗ് കളിക്കാരനുള്ള അവാർഡ് ലിവർപൂൾ താരം വിർജിൻ വാൻ ഡെയ്ക്കിന്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു പ്രതിരോധ താരം ഈ അവാർഡ് സ്വന്തമാക്കുന്നത്. ചെൽസി മധ്യനിര താരം സെസ്ക് ഫാബ്രിഗാസ് ക്ലബ്ബ് വിട്ടു. ഫ്രഞ്ച് ക്ലബ് മൊണോക്കോയിലേക്കാണ് താരത്തിന്റെ ചുവടുമാറ്റം. 100 ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.